ഈ പുഴയും കടന്ന സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഗംഗയും കാവേരിയും എല്ലാവരും ചേർന്നുകൊണ്ട് നിലമോളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർ ഇല്ലാത്ത കഥയൊക്കെ അങ്ങനെ കെട്ടിച്ചമച്ച് പറയാണ്. അവർ ചിരിക്കുന്ന സമയത്തിന് ആ ഒരു കൊച്ചു മുഖത്ത് കുസൃതി വിരിയുന്നത് നോക്കി നിൽക്കാൻ നല്ല ഭംഗിയായിരുന്നു. പക്ഷേ അടുക്കള വാതിലിന്റെ മറവിൽ നിന്ന് കൂടെ തന്നെ നോക്കിയിരുന്ന ശാരദയുടെ നെഞ്ചങ്ങ് പൊട്ടുമായിരുന്നു. അവൾ മതുക്കെ ഇങ്ങനെ കൈകളൊക്കെ മുറുകെ പിടിച്ചു. കണ്ണിൽ നിന്നൊരു വരുന്ന ആ ഒരു കണ്ണുനീര് വരുന്ന സമയത്തിൻ്റെ കാഴ്ച മങ്ങി. മകളുടെ ഓരോ ചിരിയും ശാരദയുടെ ഉള്ളിൽ ഭയത്തിൻ്റെ താക്കീതുങ്ങളും കോരിയിട്ടു. ഈശ്വര, എൻ്റെ മോൾക്കൊന്നും അറിയില്ലല്ലോ. ശാരദ ഉള്ളിൽ ഇങ്ങനെ വിങ്ങിപ്പൊട്ടി. നിലക്ക് ഹൃദ്രോഗമാണെന്ന കാര്യം അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. സർജറിയെക്കുറിച്ചും അതിനു വേണ്ടിയിട്ടുള്ള ഭീമമായ തുകയെക്കുറിച്ചൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ പാവം കുഞ്ഞൊരിക്കലും അത് താങ്ങില്ല. അവളുടെ ജീവൻ തന്നെ അപകടത്തിലാവും. സർജറി എന്നൊക്കെ കേട്ടാൽ തന്നെ തൻ്റെ കുഞ്ഞു മാനസികമായി തകർന്നു പോകുമെന്ന് ശാരദയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. മകളുടെ മുന്നിൽ കരയാതിരിക്കാൻ വേണ്ടി ശാരദ ഒടുവിൽ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. സങ്കടം സഹിക്കവയ്യാതെ സ്വന്തം മുറിയിലേക്കൊക്കെ ഓടിപ്പോവാണ്. കാവേരി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ മുഖത്ത് വിമിട്ടവും ആ ഒരു തികിട്ടത്തിലെ പോക്കൊക്കെ അവൾ കണ്ടു. പെട്ടെന്ന് തന്നെ അവൾ എഴുന്നേറ്റു. നീ ഇവിടെ വന്നിരിക്കുന്നില്ല ചേച്ചിതാ ഇപ്പോൾ വരാം. കാവേരി നിലമോളുടെ തലയിൽ ഇങ്ങനെ തലോടിക്കൊണ്ട് പറഞ്ഞു. എന്താ ചേച്ചി പെട്ടെന്ന് പോകുന്നത്? എനിക്ക് കഥയുടെ ബാക്കി കൂടെ കേൾക്കണമെന്ന് നീല കൊഞ്ചലോടെ പറഞ്ഞു. ഞാൻ ഇപ്പോൾ വരാം മോളെ, നീ ഗംഗേച്ചിയോട് സംസാരിച്ചിരിക്ക്. കാവേരി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ശാരദയുടെ മുറിയിലേക്ക് നടന്നു. മുറിയിലേക്ക് ഇരുട്ടേക്ക് ശാരദ ഇങ്ങനെ തളർന്നിരിക്കുകയാണ്. അവൾ വിതുമ്പിക്കൊണ്ട് കരയാണ്. വാതിലടച്ച് കാവേരി അകത്തേക്ക് കയറി. അമ്മയുടെ അരികിലേക്ക് ചെന്ന് അവൾ തോളിലിങ്ങനെ കൈവച്ചു. എന്താ അമ്മ ഇത്? അമ്മ എന്തായി കാണിക്കുന്നത്? കാവേരിയുടെ ശബ്ദത്തിൽ ആകുലതയും അതേസമയം നേരിയ ശാസനയും ഉണ്ടായിരുന്നു. അമ്മ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞാൽ എങ്ങനെയാ നിലമോള് കണ്ട അവൾക്കത് താങ്ങാൻ പറ്റുമോ? നമ്മൾ അവളുടെ മുന്നിൽ അഭിനയിക്കല്ലേ അമ്മേ? ശാരദയുടെ മുഖം പൊത്തി വീണ്ടും അവൾ അങ്ങ് കരയാണ്. എനിക്ക് പറ്റുന്നില്ല മോളെ, എൻ്റെ നെഞ്ച് നീറി പറയാ. എൻ്റെ അനിയത്തിയുടെ ജീവൻ്റെ കാര്യമാണ്. അവളുടെ സർജറി നടത്താൻ നമ്മുടെ കയ്യിൽ ഒരു പൈസ പോലുമില്ല. തിരുവനന്തപുരത്ത് കൊണ്ടുപോയി വേണം സർജറി നടത്താൻ. അതിന് മാത്രം 10 ലക്ഷം രൂപ വേണം. വേറെയും എത്രയോ ചിലവുകൾ വരും. ഇതൊക്കെ നമ്മൾ എങ്ങനെ ഒപ്പിക്കും? കാവേരി ശാരദയുടെ തോളിൽ തട്ടിക്കൊണ്ട് ആശ്വസിപ്പിക്കാണ്. അമ്മേ, ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ, ജയബാലൻ 3 ദിവസത്തിനകം തന്നെ പണം തരും. അവൻ അത് തന്നിരിക്കും. പക്ഷേ ശാരദയുടെ ഉള്ളിലെ ഭയം ഒരിക്കലും മാറിയില്ല. മോളെ, ആ ജയബാലിനെ നമുക്കൊട്ടും തന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അവനൊരു വിഷപ്പാമ്പാ. അവനെ വിശ്വസിച്ച് നമ്മുടെ കുഞ്ഞിൻ്റെ സർജറിയുടെ കാര്യം നമുക്ക് ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റില്ല. അവൻ നമ്മൾ ചതിക്കും. കാവേരിയുടെ കണ്ണുകളിൽ പെട്ടെന്ന് തന്നെ കനലെരിയുന്നത് പോലെ ഒരു കോപം തിളങ്ങി. അവൾ പല്ലിറമ്പിക്കൊണ്ട് പറഞ്ഞു. അവനത് തരാതിരിക്കാൻ പറ്റില്ലമ്മേ. അവൻ അത് തന്നില്ലെങ്കിൽ ഈ കാവേരി ആരാണെന്ന് അവൻ അറിയും. ഞാൻ അവനെ വെറുതെ വിടില്ല. ശാരദ മകളെ നോക്കി പേടിയോട് ചോദിച്ചു. മോളെ, നീ എന്താ ഈ പറയുന്നത്? എൻ്റെ അച്ഛൻ്റെ ജീവനെടുത്ത ജയബാലൻ ഞാൻ ഇത് കണക്ക് ചോദിക്കുമമ്മേ. അവൻ ഒറ്റൊരുത്തനാ എൻ്റെ അച്ഛൻ്റെ അധ്വാനം മുഴുവൻ തട്ടിയെടുത്തത്. ഇങ്ങനെ സുഖിച്ച് ജീവിക്കാനൊന്നും ഞാൻ അവനെ സമ്മതിക്കില്ല. കാവേരിയുടെ ഉള്ളിലെ പ്രതികാരത്തിൻ്റെ അഗ്നി പുറത്തേക്കങ്ങ് ചാടി. അച്ഛൻ്റെ ജീവനെടുത്തെന്നോ? മോളെ, നീ എന്തൊക്കെ ഈ വിളിച്ചു പറയുന്നത്? അച്ഛൻ്റെ മരണത്തിന് ജയബാലൻ കാരണക്കാരനെന്നോ? ശാരദ നടുക്കത്തോടെ മകളുടെ കൈകളിൽ ഇങ്ങനെ പിടിച്ചു. താൻ പറഞ്ഞു പോയ ആ ഒരു വാചകത്തിൻ്റെ ആഴം മുഴുവൻ മനസ്സിലാക്കിയ കാവേരി സ്വയം അങ്ങ് നിയന്ത്രിച്ചു. അമ്മയുടെ നെഞ്ചിരിപ്പ് കൂടാൻ അവൾ ആഗ്രഹിച്ചില്ല. അവൾ നുണ പറഞ്ഞു. അത് അമ്മേ, ഞാൻ ദേഷ്യം കൊണ്ട് അങ്ങനെ അങ്ങ് പറഞ്ഞു പോയതാ. ജയബാലൻ കാരണം തന്നെയല്ലേ അച്ഛൻ സങ്കടപ്പെട്ട് മരിച്ചത്? അതാ ഞാൻ ഉദ്ദേശിച്ചത്. ശാരദ ദീർഘമായൊന്ന് ശ്വാസം എടുത്തുവെങ്കിലും അവളുടെ ഉള്ളിലെ ആ ഒരു പേടി മാറിയിരുന്നില്ല. മോളെ, തൽക്കാലം നീ അവൻ്റെ പുറകെയൊന്നും പോകണ്ട. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? എൻ്റെ കുഞ്ഞു കൂടുതൽ വിപത്തുകളിലേക്ക് ചെന്ന് ചാടരുത്. അമ്മ പേടിക്കാതിരിക്ക്. എനിക്കൊന്നും സംഭവിക്കില്ല. അമ്മയുടെ ഈ ഒരു കാവേരി അത്ര പൊട്ടിയൊന്നുമല്ല. അങ്ങനെ പെട്ടെന്നൊന്നും ഞാൻ തോറ്റു കൊടുക്കില്ല. കാവേരി അമ്മയുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു. പക്ഷേ അവളുടെ മനസ്സിൽ ജയബാലിനോടുള്ള പക അങ്ങനെ ഇരട്ടി വരുമായിരുന്നു. ഇതേ സമയത്തിന് ജയബാലനാണെങ്കിൽ തോട്ടത്തിൽ നോക്കിയിട്ടും അവൻ തിരിഞ്ഞ ആ ഒരു രൂപം അവിടെ കണ്ടില്ല. അവൻ അവിടുത്തെ ഒരു പണിക്കാരനെ വിളിച്ച് ചോദിച്ചു. എടാ, ശിവരാമൻ എവിടെടാ? അവൻ ഇന്ന് പണിക്ക് വന്നിട്ടില്ലേ? ഇല്ല മുതലാളി, ശിവരാമൻ ചേട്ടൻ ഇന്ന് വന്നിട്ടില്ല. പണിക്കാർ വിറയലോടുകൂടെ പറഞ്ഞു. ജയബാലൻ ദേഷ്യം കടിച്ചമർത്തി. അവനൊന്നും മിണ്ടാതെ നേരെ തൻ്റെ കാറിലേക്ക് നടന്നു. ശിവരാമനെ കാണാതെ അവന് സമാധാനമില്ലായിരുന്നു. കാരണം ശിവരാമൻ തനിക്കെതിരെ കളിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി കഴിഞ്ഞു. കാവേരി കാര്യങ്ങളൊക്കെ അറിഞ്ഞത് ശിവരാമൻ വഴിയാണെന്ന് അവൻ സംശയിച്ചു. നേരെ ശിവരാമൻ്റെ വീട്ടിലേക്ക് ജയബാലൻ അങ്ങ് വണ്ടി വിടുകയാണ്. ശിവരാമൻ്റെ ചെറിയ വീടിന് മുന്നിൽ വണ്ടി നിർത്തി. അവൻ ഹോണടിച്ചു. വണ്ടിയുടെ ശബ്ദം കേട്ട് ശിവരാമൻ്റെ ഭാര്യ പേടിയോടുകൂടെ ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു. ജയബാലനെ കണ്ടപ്പോൾ അയാളുടെ മുഖം അങ്ങ് ഭയന്നു. ശിവരാമൻ എവിടെ? ജയബാലൻ കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തി പരുക്ക ശബ്ദത്തിൽ ചോദിച്ചു. അത് ശിവരാമൻ ഇവിടെ ഇല്ല മുതലാളി. അവൾ പതർച്ചയോടെ പറയാണ്. ഇല്ലെന്നോ? പിന്നെ അവൻ എവിടെ പോയി? തോട്ടത്തിൽ വന്നില്ല, എവിടെയുമില്ല. എന്നെ വെട്ടിക്കാൻ നോക്കുകയാണോ അവന്? ജയബാലൻ്റെ ചോദ്യം കേട്ട് അവളൊന്ന് ഉള്ളിൽ വിറച്ചു. അല്ല മുതലാളി, എന്തോ ആവശ്യത്തിന് വേണ്ടി സിറ്റിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് രാവിലെ ഇവിടെ നിന്നും ഇറങ്ങിയതാ. എപ്പോഴാ തിരികെ വരാമെന്ന് പറഞ്ഞിട്ടില്ല.
അവൾ ശിവരാമൻ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ തന്നെ ഒരുവിധം അങ്ങ് പറഞ്ഞു തീർത്തു. ശിവരാമനെ നല്ലതുപോലെ അറിയാമായിരുന്നു ജയപാലന്റെ സ്വഭാവം. ജയപാലനെ ചതിച്ച പിന്നെ ആരെയും ജീവനോടെ ഇരിക്കത്തില്ല. തൻ്റെ ഉള്ളിലെ ആ ഒരു രഹസ്യങ്ങൾ കാവേരി അറിഞ്ഞു എന്ന കാര്യം അരവിന്ദന് വന്ന് പറഞ്ഞതോടുകൂടെ തന്നെ തൻ്റെ ആയുസ് തീരാൻ പോവുകയാണെന്ന് ശിവരാമൻ തിരിച്ചറിഞ്ഞിരുന്നു. തോട്ടത്തിലേക്ക് പോയ അവിടെ വെച്ച് തന്നെ ജയപാലൻ തന്നെ അങ്ങ് തീർത്തു കളയുമെന്ന് അവൻ ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വീട്ടിൽ നിന്നും ഒളിവിൽ പോയതും ജയപാലൻ വന്ന ഇവിടെ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഭാര്യയെ ഏൽപ്പിച്ചതും അതുകൊണ്ടാണ്. ജയപാലൻ വളരെ രൂക്ഷമായി നോക്കി. അവൾ നുണ പറയാണെന്ന് അവൻ ഏകദേശം മനസ്സിലായിരുന്നു. അവൻ മനസ്സിലിങ്ങനെ ഓർത്തു, ശിവരാമ, നീ വിചാരിച്ച എന്നിൽ നിന്നും എത്ര നാളിങ്ങനെ ഒളിച്ചു നടക്കാൻ പറ്റും? നീ എവിടെ പോയി ഒളിച്ചാലും എൻ്റെ കയ്യിൽ നീ വീഴുക തന്നെ ചെയ്യും. അന്ന് നിന്റെ ആദ്യമായിരിക്കും ശിവരാമ. അവനങ്ങനെ വണ്ടി തിരിച്ച് വേഗത്തിൽ അവിടെ നിന്നും ഓടിപ്പോവാണ്. ഇതേ സമയത്തിന് നിവിൻ ആകെ അസ്വസ്ഥയായിരുന്നു. അവൻ്റെ ഉള്ളിലെ സങ്കടവും ദേഷ്യവും ഒരുപോലെ തന്നെ പുകഞ്ഞുകൊണ്ടിരുന്നു. നിലമോളുടെ സർജറിക്ക് വേണ്ടി 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് അവൻ വിചാരിച്ചതായിരുന്നു. പക്ഷേ അവർ അത് തങ്ങളുടെ ദേഷ്യവും അഭിമാനവും കാരണം നിരസിച്ചു. ആലോചിക്കുന്നതോറും അവന് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. പണ്ടൊക്കെ താൻ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിലമോൾ ഓടി വരുമായിരുന്നു. നിവിനേട്ട എന്ന് വിളിച്ച് അവളുടെ കളിയും ചിരിമും കുറുമ്പൊക്കെ അടങ്ങാനാവാത്ത വർത്തമാനങ്ങളുമായി അവൾ വന്ന് അവനെ അങ്ങ് ചുറ്റും കൂടുമായിരുന്നു. ആ ഓർമ്മകൾ മനസ്സിലേക്ക് വന്നപ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞു. പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിരിക്കുന്നു. സ്വന്തം വീട്ടിൽ അവനൊരു തടവുകാരനെ പോലെയാണ് ജീവിക്കുന്നത്. രാഗിണിയുമായിട്ടുള്ള വിവാഹമാണ് അവൻ്റെ അച്ഛനും അമ്മയും ഉറപ്പിച്ചിരിക്കുന്നത്. ആ വിവാഹത്തിൽ നിന്നും എങ്ങനെയെങ്കിലും പിന്മാറണമെന്ന് അവൻ ആഗ്രഹിച്ചു. എന്നാൽ അതിനവരൊന്നും സമ്മതിക്കുന്നില്ലായിരുന്നു. വിഷമത്തോടു കൂടെ വീട്ടിലേക്ക് കയറി വന്ന നിവിനെ വരവേറ്റത് അച്ഛൻ സത്യനാഥും അമ്മ രാജേശ്വരിയുടെയും ഗൗരവമുള്ള മുഖങ്ങളാണ്. അവർ ഹാളിലിരുന്ന് എന്തോ സംസാരിക്കായിരുന്നു. നിവിനെ കണ്ടപ്പോൾ രാജേശ്വരി ചോദിച്ചു, അല്ല നീ ഇത് എവിടെയായിരുന്നു? ഊര് തന്നെ വന്നതാണോടാ? എപ്പോഴും ഈ സമയത്ത് എങ്ങോട്ടേക്കാ നീ ഇങ്ങനെ നിന്റെ പോക്ക്? കോപത്തോടു കൂടെ നിവിൻ അങ്ങ് ദേഷ്യം വരികയാണ്. അമ്മയ്ക്ക് എന്താ വേണ്ടത്? ഞാൻ എപ്പോഴും ഈ വീട്ടിൽ തന്നെ അങ്ങനെ ഒരു പൊരുക്ക കോഴിയെ പോലെ ഇവിടെ അങ്ങ് കയറി അടയിരിക്കണമെന്നാണോ അമ്മ വിചാരിക്കുന്നത്? സത്യനാഥൻ പെട്ടെന്ന് അങ്ങ് ഇടപെട്ടു. എടാ, മാന്യമായിട്ട് മറുപടി പറഞ്ഞാൽ പോരെടാ നിനക്ക്. അതിന് നീ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നത്? എൻ്റെ അച്ഛാ, എനിക്ക് പുറത്തു പോവേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാൻ പോയി. അതിനെന്താ ഇത്ര കുഴപ്പം? നിവിൻ ശബ്ദമുയർത്തി. അതിനെന്താ പോയതെന്ന് മാത്രമല്ലേ അമ്മ ചോദിച്ചുള്ളൂ. അതിന് നീ എന്തിനെ ഇങ്ങനെയൊക്കെ തട്ടിക്കയറുന്നത്? സത്യനാഥൻ ചോദിച്ചു. ഞാൻ പോകുന്നതും വരുന്നതൊക്കെ എന്തിനാണ്? എല്ലാ കാര്യങ്ങളും അച്ഛനോടും അമ്മയോടും ഇങ്ങനെ എഴുതി ഒപ്പിട്ട് വേണം തരണോ ഞാൻ? നിവിൻ ഒട്ടും വിട്ടുകൊടുക്കാതെ ചോദിക്കാണേ. രാജേശ്വരിക്ക് ദേഷ്യം സഹിക്കാനായില്ല. അവർ സീറ്റിൽ നിന്നും എഴുന്നേറ്റു. എടാ, നിന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി 2-3 ദിവസം കഴിഞ്ഞാൽ നിന്റെ കല്യാണമാണ്. ആ ബോധം നിനക്കുണ്ടോ? ഓ, ഒരു കല്യാണം. നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു കാര്യം മാത്രമല്ലേ ഉള്ളൂ. വേറൊന്നും സംസാരിക്കാനില്ലേ? നിവിൻ പുച്ഛത്തോടെ പറഞ്ഞു. അതെന്താടാ? കല്യാണക്കാര്യം പറയുമ്പോൾ നിനക്ക് ഇത്ര ദേഷ്യം വരാനേ? ഒരു കാര്യം ഞാൻ നിന്നോട് വ്യക്തമായി പറഞ്ഞേക്കാം. രാജേശ്വരി അവൻ്റെ മുന്നിലേക്ക് വന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് ഭീഷണിപ്പെടുത്തി. എങ്ങാനും നീ എന്തെങ്കിലും കാലുവാരിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും നിനക്ക് ഭാവമുണ്ടെങ്കിൽ പിന്നെ ഈ അച്ഛനും അമ്മയും ജീവനോടെ ഉണ്ടാവില്ല. ഞങ്ങളങ്ങ് ചത്തുകളയും. ആ ഭീഷണി കേട്ടപ്പോൾ നിവിൻ്റെ നിയന്ത്രണം അങ്ങ് പാടെ തറന്നു. എന്നും കേൾക്കുന്ന ഈ ഭീഷണി അവനെ അങ്ങേയറ്റം മടുപ്പിച്ചിരുന്നു. അവൻ അലറി, എപ്പോഴും ഇതാ അമ്മയുടെ പല്ലവി, ഇതാവും ചത്തുകാളയും എന്നൊക്കെ. എങ്കിൽ പിന്നെ അതങ്ങ് ചെയ്തൂടെ? മനുഷ്യന് വെറുതെ എപ്പോഴും എന്തിനെങ്ങനെ ഭ്രാന്ത് പിടിക്കുന്നത്? ചാവുമെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ എങ്ങനെ നടക്കാതെ പോയി ചാവമ്മേ. ഇത്രയും ദേഷ്യത്തിൽ പറഞ്ഞ നിവിൻ തൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി വാതിലടച്ചു. തൻ്റെ മകൻ തന്നോട് ഇങ്ങനെ പറയുമെന്ന് രാജേശ്വരി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അവനങ്ങ് തളർന്നു പോയി. സോഫയിലേക്ക് അങ്ങിരുന്ന് അവനങ്ങ് പൊട്ടിക്കരഞ്ഞു. സത്യനാഥൻ വന്ന് രാജേശ്വരിയെ ആശ്വസിപ്പിച്ചു. സാരമില്ല രാജി, നീ സങ്കടപ്പെടണ്ട. അവൻ്റെ മനസ്സിലിപ്പോൾ എന്തൊക്കെയോ വല്ലാത്ത സങ്കടവും ടെൻഷനൊക്കെ ഉണ്ട്. അതുകൊണ്ടാ അവൻ അറിയാതെ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. നീ അത് കാര്യമാക്കി എടുക്കേണ്ട. നമ്മുടെ മോനല്ലേ അവനെ? രാജേശ്വരി കണ്ണീരൊപ്പിക്കൊണ്ട് തന്നെ പറഞ്ഞു. എന്നാലും സത്യേട്ടാ, അവൻ എന്നോട് ചാവാനല്ലേ പറഞ്ഞത്? ആ കാവേരി എന്ന് പറയുന്നവൾ കാരണം അവൻ ഇങ്ങനെയൊക്കെ തല തിരിഞ്ഞു പോകുന്നത്. ഇനി ഈ കല്യാണം നടക്കാതെ പോയാൽ നമ്മൾ പിന്നെ ജയപാലിനോട് എന്ത് മറുപടി പറയും? എനിക്ക് പേടിയാവുന്നു. എടി, അങ്ങനെയൊന്നും സംഭവിക്കില്ലടി. നീ ധൈര്യമായിട്ടിരിക്ക്. കല്യാണം വിചാരിച്ച പോലെ തന്നെ നടക്കും. അവന് ഞാൻ സംസാരിച്ച് ശരിയായിക്കോളാം. സത്യനാഥൻ അവളെ ആശ്വസിപ്പിച്ചു. എങ്കിലും സത്യനാഥൻ്റെ ഉള്ളിൽ വലിയ ഭയമുണ്ടായിരുന്നു. അങ്ങനെ ഈ സമയത്ത് തന്നെ അമ്മയെ ഗംഗ മെല്ലെ വിളിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചാൽ അമ്മ വിഷമിക്കുമെന്ന് ചോദിക്കുകയാണ് ഗംഗ. എന്താ മോളെ, നീ പറ, ശാരദ ചോദിച്ചു. നമ്മളെങ്ങനെ വിഷമിച്ചിരുന്നിട്ടൊരു കാര്യമില്ലല്ലോ. നമുക്ക് നമ്മുടെ വീടും സ്ഥലമൊക്കെ എങ്ങനെയെങ്കിലും പണയം വെച്ചിട്ട് നിലമോട് സർജറി നടത്താമോ? ഇപ്പോൾ അത് മാത്രമല്ലേ നമ്മുടെ മുന്നിലൊരു വഴിയുള്ളൂ? ഗംഗയുടെ ചോദ്യത്തിൽ പ്രായോഗികവും അതിലേറെ ആശങ്കയും ഉണ്ടായിരുന്നു. ശാരദ ഒരു നിമിഷം ആലോചനയിലാണ്ടു. അവരുടെ കണ്ണുകൾ വീടിൻ്റെ ആ ഒരു ചുവരിലൂടെ അങ്ങ് കടന്നുപോയി. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടില്ല മോളെ, പക്ഷേ സർജറിയും കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്ത് വരെ പോവേണ്ടി വരും. അവിടെ വലിയ ഹോസ്പിറ്റലാ. ഞാനൊരു കാര്യം ആലോചിക്കുമായിരുന്നു. നമുക്ക് തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും കുറച്ച് നാളത്തേക്കൊരു വീട് വാടകയ്ക്ക് എടുത്താലോ? വാടകയ്ക്കോ? അതെന്തിനാമേ? ഗംഗ മനസ്സിലായില്ല.
നിലമോളുടെ സർജറി സമയത്ത് നമ്മൾ അവിടെ തന്നെ നിൽക്കേണ്ടി വരും. അവിടെ നിന്ന് പോയി വരാനൊന്നും പറ്റില്ലല്ലോ. സർജറി കഴിഞ്ഞാലും തുടർച്ചയായ ചെക്കപ്പുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഈ വീട് വിൽക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അരവിന്ദേട്ടൻ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടായത്. അദ്ദേഹത്തിൻ്റെ ജീവനായത്. അത് വിറ്റുകളയാനൊന്നും എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല മോളെ, ശാരദ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ഗംഗ അവരുടെ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. അമ്മേ, ഇത്ര മാത്രം ടെൻഷനൊന്നും അടിക്കല്ലേ. നമുക്ക് എല്ലാത്തിനും ഒരു വഴി ഉണ്ടാക്കാം. കാവേരിയും ബാക്കിയുള്ളവരും കൂടി വരട്ടെ. അവരോടും കൂടി നമുക്കൊന്ന് ചോദിക്കുന്നു നോക്കാമെന്നൊക്കെ പറഞ്ഞു. എല്ലാവരും ഒരുമിച്ചൊരു തീരുമാനമെടുക്കാമെന്നൊക്കെ പറയും. അതേ മോളെ, അവളുടെ സർജറിക്ക് വേണ്ടിയിട്ട് എന്തായാലും അവിടെ പോയി നമ്മൾ താമസിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് കുറച്ചുനാൾ അവിടെ താമസിക്കാം. ഹോസ്പിറ്റലിൽ പോകാനാകുമ്പോൾ അതായിരിക്കും എളുപ്പം. ഈ വീട് തൽക്കാലത്തേക്ക് പൂട്ടിയിട്ടിട്ട് നമുക്ക് ഇവിടെ നിന്നങ്ങ് മാറാം. ശാരദ തൻ്റെ ആശങ്കകളൊക്കെ പങ്കുവെച്ചു. അമ്മേ, വീടടച്ചുന്നത് ശരിയായിരിക്കാം. പക്ഷേ സർജറിക്കുള്ള പണം ആദ്യം ഉണ്ടാക്കണ്ടേ. വെറുതെ അവിടെ പോയി വെറുതെ വീടെടുത്തുകൊണ്ട് നിന്നിട്ടൊന്നും മാത്രം കാര്യമില്ലല്ലോ എന്ന് ഗംഗ യഥാർത്ഥം ചൂണ്ടിക്കാണിച്ചു. അതും എനിക്കറിയാം മോളെ. കാവേരി പറയുന്നത് 3 ദിവസത്തിൽ തന്നെ അവൾ പണം ഉണ്ടാക്കുമെന്നൊക്കെയാ. പക്ഷേ എനിക്കത് അത്രങ്ങ് വിശ്വാസമൊന്നും വരുന്നില്ല. അവൾ എവിടെ നിന്നുണ്ടാക്കാനാണ് എത്രയും വലിയൊരു തുക? എനിക്ക് പേടിയാവുന്നു എന്ന് ശാരദ സങ്കടത്തോടെ പറഞ്ഞു. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവാതിരിക്കില്ലമ്മേ. ധൈര്യമായിട്ടിരിക്കെ. നമ്മുടെ നിലമോളുടെ സർജറി നല്ല രീതിയിൽ തന്നെ നടക്കുമെന്ന് ഗംഗ ശാരദയെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. എങ്കിലും ഗംഗയുടെ ഉള്ളിൽ എങ്ങനെ പണം കണ്ടെത്തുമെന്ന ആ ഒരു കാര്യത്തിൽ വലിയ ചോദ്യം ചെയ്യുന്നത് തന്നെയായിരുന്നു. അങ്ങനെ ആ സമയത്താണ് വിനീത് പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുന്നത്. പടിക്കൽ സൈക്കിൾ വെച്ച് അവൻ ഉമ്മറത്തേക്ക് നടന്നു വന്നു. ദൂരെ നിന്ന് തന്നെ ഉമ്മറത്ത് തലയിൽ ഇങ്ങനെ കൈവച്ചിരിക്കുന്ന ഗംഗ അവനെ കണ്ടു. അവളുടെ മുഖത്ത് വിഷമം അവന് എളുപ്പത്തിൽ തന്നെ മനസ്സിലായി. അവൻ അവളുടെ അരികിലേക്ക് വന്നിരുന്നു. ഗംഗെ, നീ എന്താ ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത്? എന്താ പറ്റിയത്? വിനീത് സ്നേഹത്തോടെ അവളുടെ തോളിൽ തട്ടി ചോദിച്ചു. ഗംഗ വിനീതിനെ നോക്കി ദീർഘമായെന്ന് നിശ്വസിച്ചു. അവൾ വീട്ടിൽ നടന്ന കാര്യങ്ങളും നിലമോളുടെ സർജറി കാര്യങ്ങളൊക്കെ ശാരദയുടെ സങ്കടവും എല്ലാം തന്നെ വിനീതിനോട് പറഞ്ഞു. എല്ലാം കേട്ടപ്പോൾ വിനീതിൻ്റെ മുഖത്ത് കരിനിഴൽ വീണു. അവൻ കുറച്ചു നേരം നിശബ്ദമായിരിക്കുകയാണ്. ഗംഗെ, അവളുടെ സർജറി എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ലല്ലോ. വിനീത് ശാന്തമായി പറഞ്ഞു. നമുക്ക് നോക്കാം. ഞാൻ എൻ്റേതായിട്ടുള്ള ചില രീതിയിലൊക്കെ ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും പണം ഒപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എവിടെയാണെങ്കിലും അതിൽ കുറച്ച് വലിയ പലിശക്കാണെങ്കിൽ പോലും നമുക്കത് വാങ്ങിയെടുക്കാം. പലിശ നമുക്ക് പതുക്കെ അടച്ചു തീർത്താൽ മതിയല്ലോ. ഇപ്പോൾ നമുക്ക് നിലമോളുടെ ജീവനല്ലേ ഏറ്റവും പ്രധാനം. അതേ വിനീതേട്ടാ, എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ നമ്മൾ ആരോട് പോയി കടം ചോദിക്കാനാ? കടം ചോദിക്കാൻ കൊള്ളാവുന്ന ആരെങ്കിലും നമ്മുടെ അറിവിലുണ്ടോ? ഗംഗ നിരാശയോട് ചോദിച്ചു. അതാ എനിക്കും മനസ്സിലാവാത്തത്. ആരോട് ചോദിക്കണമെന്ന് ഒരു നിശ്ചയമില്ല. 1-2 ലക്ഷം രൂപയൊന്നുമല്ലല്ലോ, 10 ലക്ഷം രൂപയല്ലേ വേണ്ടത്. ഇത്രയും വലിയൊരു തുക പെട്ടെന്ന് തന്നെ തരാനൊന്നും ആരുടെ കയ്യിലും ഉണ്ടാവില്ല. ഇനി നമുക്ക് ഈ വീടെങ്ങാനും പണയം വെച്ചിട്ട് സർജറി നടത്താം എന്ന് വെച്ചാൽ പോലും ആ പൈസ കൃത്യമായി അടച്ചു തീർക്കേണ്ടി വരും. ഇല്ലെങ്കിൽ പിന്നെ ഉള്ള വീടും അങ്ങ് നഷ്ടപ്പെടും. എന്താ ചെയ്യാന്ന് പോലും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് വിനീത് ഇങ്ങനെ തല കുനിച്ച് നിൽക്കുകയാണ്. അങ്ങനെ പൈസ ഉണ്ടാക്കാൻ യാതൊരുവിധ മാർഗവും കാണാതെ അവരിങ്ങനെ വല്ലാതെ വിഷമിച്ചിങ്ങനെ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.